ആദ്യത്തടിക്കുന്ന സകല കിളിയും പാറില്ല ഉടച്ചോനെ. പക്ഷെ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ച് വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ആശയങ്ങളെ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. അൻസാരി ആണോ എന്നുള്ളതല്ല ചോദ്യം. ഒരു കളയാനുള്ളത് ആണോ എന്നല്ല താൻ ചോദിച്ചത്. എനിക്ക് എന്തോ ഇഷ്ടമാണ് ചാന്തുവിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളാണ് പറയുന്നത്, ദീനിനോട് സ്നേഹമുണ്ടെങ്കിൽ, അതിലുപരി എന്നോട് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടമോ താല്പര്യമോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി മാരിൻ ജോസഫിൻ്റെ പേജിലേക്ക് പോകരുത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി അദ്ദേഹത്തിനെതിരെ എഴുതുകയും ചെയ്യരുത്. കാരണം ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്നൊരൊറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി. നമ്മൾ റിയാക്ട് ചെയ്ത ഒരൊറ്റ വീഡിയോക്ക് ആ മനുഷ്യൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലായെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഓരോന്ന് പ്രതികരിക്കുമ്പോഴും ഇതിനേക്കാൾ അദ്ദേഹം വയലൻ്റ് ആകുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വായിൽ ഇതിനേക്കാൾ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വരും. അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹം മാനസികമായി വ്രണപ്പെട്ട് മറ്റൊരു സൈക്കോസിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ തന്നെ അദ്ദേഹത്തിന് വിഭ്രാന്തി കാണേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് ആ പാവം അങ്ങനെ തന്നെ പോയിക്കോട്ടെ, ഇങ്ങനെ തന്നെ ജീവിച്ചോട്ടെ. ആ മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കാൻ പോണ്ട. ആ പേജ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ, ആ വോയിസൊക്കെ ഒരല്പം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരില്ലേ? എനിക്ക് ദേഷ്യം വരില്ലേ? ചിരിക്കാനല്ലോ ഉണ്ടാകുക, ഒരല്പം പോലെ ചിരിക്കാനല്ലോ ഉണ്ടാകുക. കൂടുതൽ നമുക്ക് ദേഷ്യം ഉണ്ടാകുക അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനം, ആക്ഷനൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വയം വ്രണപ്പെടാതിരിക്കണമെങ്കിൽ അത് കാണാതിരിക്കാനാണ് നല്ലത്. കാരണം അത് മാത്രമല്ല, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പും വിദ്വേഷമൊക്കെ പറയുമ്പം നമ്മൾ ആ രൂപത്തിൽ റിയാക്ട് ചെയ്യും. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരെ നമ്മൾ പരിഗണിക്കണം. അവരെല്ലാം ഇതേ രീതിയിലുള്ളവരല്ല. എൻ്റെ പേജിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ വിൻസെൻ്റ് അടക്കമുള്ള, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന അദ്ദേഹം ബിഗ് ബോസ് താരമടക്കമുള്ള നൂറുകണക്കിന് വരുന്ന ക്രൈസ്തവർ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് വിഷമവും വെറുപ്പും തോന്നരുത്. അതുകൊണ്ട് ആ ഒരു മിതത്വവും സഭ്യതയും നമ്മൾ പാലിക്കണം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. യാതൊരുവിധ പരിവർത്തനം ഉണ്ടാക്കാനോ യാതൊരു തരത്തിലും മനുഷ്യനെ സ്വാധീനിക്കാനുള്ള ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ജീവിക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഒഴിവാക്കുക. നമുക്ക് എത്ര ഒരുപാട് പണികൾ നമുക്ക് വേറെ കിടപ്പുണ്ട്. എന്തെല്ലാം നമുക്ക് ചെയ്യാനുള്ള വ്യക്തിപരമായിട്ട് നമ്മൾ അത് ചെയ്യുക. ഇതൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കുക. പിന്നെ അദ്ദേഹം ഈ വീഡിയോയുടെ ഇടയ്ക്കൊരു വിഷയം പറഞ്ഞു, ബോഡി ഷെയ്മിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കട്ടെ. എന്റെ പൊന്നു ചങ്ങാതി, താൻ സെന്റ് ഫ്രാൻസിസ്കോയിലല്ല ജനിച്ചെന്നുള്ളത് തന്നെ കണ്ട ആർക്കും മനസ്സിലാവട്ടെ. ഇനി താനെങ്ങാനും സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചെങ്കിൽ സെന്റ് ഫ്രാൻസിസ്കോയിലെ ഡൗൺ ടൗണിലെ ഈ നമ്മുടെ ബിലാലുൽ മുഅദ്ദിന്റെ, ഞാൻ പറഞ്ഞ വർഗീയതയായി പോകും അതുകൊണ്ട് അത് പറയുന്നില്ല, ബിലാലുൽ മുഅദ്ദിന്റെ കൗമുണ്ട് അവിടെ. അത് നിങ്ങളെ പോലെ ഇരിക്കും കണ്ടാൽ. ഈ തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടി നടക്കുന്ന ഒരു കൗമുണ്ട്. ഒരു കൗമ് ആ കൗമിൽ ജനിച്ചതുപോലെ ഉണ്ട് താങ്കളെ കണ്ടാൽ. മുമ്പ് BJP-ക്കാരൻ റിഷാദ് സുല്ലമീം എന്നെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്: എൻ്റെ നിറം, എൻ്റെ കോലം. എന്ത് ചെയ്യാനാണ് മനുഷ്യ? ദൈവം വസിക്കുന്ന നിങ്ങളുടെ ഹൃദയം, ആ ഹൃദയത്തിൽ നിന്ന് വാക്കാണ് ഞാൻ ഈ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ നിറം ഇതാണെന്ന്. കറുപ്പ് മോശം നിറമാണ്. വെളുപ്പ് സൗന്ദര്യമായിട്ട് വല്ല കരാറും ചെയ്തിട്ടുണ്ട്. പഹയ നീ എൻ്റെ സൗന്ദര്യം കടണ്ട, കളറൊന്നും നോക്കണ്ട. ദേ നോക്കിയോ, നിന്റെ മുറാദിൽ ലോകത്തെ കുളിരണീച്ചരാജാത്തി, തങ്കക്കിനാക്കൾ തൻ സാഫല്യമായി ഒരു നല്ല മാല ഞാൻ കോർത്തു തരാം, നീ എൻ്റെ ഇടനെഞ്ചിൽ ചായുന്ന നേരം. എടാ, ഇതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. മനസ്സിലായ? കറുപ്പാണെങ്കിൽ നോക്കിയേ, എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. ഇങ്ങനെ സൗന്ദര്യം തന്നെ കണ്ട.